ഈ രാജ്യത്ത് മാറ്റമുണ്ടാവുന്നത്? നിങ്ങൾക്ക് രാജീവ് ഗാന്ധിയെ അറിയാമല്ലോ. ലോകം IT-യിലേക്ക് ഉദിക്കുന്നതിന് മുമ്പ് രാഹുൽ IT-യിൽ കാണിച്ച ഒരു മികവുണ്ട്. ഇന്ന് നമ്മൾ വലിയ വർത്തമാനം പറയുന്നവരല്ലേ. നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ പോയി നോക്കിയാൽ, ഗൾഫ് രാജ്യങ്ങളിൽ പോയി നോക്കിയാൽ ഇന്ത്യയുടെ ടെലിഫോൺ സംവിധാനത്തെ പോലെ മികച്ച സംവിധാനം ഇപ്പോഴുമില്ല. ഇന്ത്യയിൽ ചെറിയ ചിലവിൽ ലഭ്യമാകുന്ന പോലെ ഇന്റർനെറ്റ് ഒരു ഗൾഫ് രാജ്യത്തും ലഭ്യമല്ല. രാജീവ് ഗാന്ധിയുടെ ഏറ്റവും ഗൗരവപ്പെട്ട ഇടപെടലായിരുന്നു അത് അന്നത്തെ കാലത്ത്. ഇന്ന് IT അല്ല, ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. തൊട്ടടുത്ത ചൈന DPC കൊണ്ടുവന്നു. അമേരിക്കയുടെ AI വിറപ്പിച്ച് ലോകത്ത് ട്രില്യൺ കോടികളാണ് അവരിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചൈന. നമ്മൾ കോളേജിൽ ചാണകം കളിച്ചു കളിക്കുകയാണ്. നിങ്ങൾ ഈ ബില്ല് കൊണ്ട് എന്തുപകാരമാണ് ഉണ്ടാക്കിയത് ഈ രാജ്യത്ത്? ഈ ബില്ല് കൊണ്ടുവരിക വഴി ഒരു കാര്യം BJP അറിയണം, നിങ്ങൾ ജയിക്കുകയല്ല ചെയ്തത്, നിങ്ങൾ തോൽക്കുകയാണ്. ഈ ബില്ല് കൊണ്ട് നിങ്ങൾ തോൽക്കുകയാണ്. എന്തെന്നറിയുമോ? നിങ്ങൾ വിചാരിച്ചത് അഭിമന്യരായ നേതാക്കന്മാർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ സമൂഹത്തെ വേർതിരിക്കാമെന്നാണ്, വിഭജിക്കാമെന്നാണ്. എന്നാൽ 11 വർഷം കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന്റെ മൗലികതയുടെ രോമത്തിൽ തൊടാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് തെളിയിച്ചു ഇന്ത്യയുടെ പാർലമെന്റ്. ഞങ്ങളുടെ അഭിമന്യരായ പാർലമെന്റ് മെമ്പർമാർ ഇവിടെയുണ്ട്, ബഷീർ സാഹിബ് അടക്കം ഇവിടെയുണ്ട്. അവർ ഇന്ത്യയുടെ പാർലമെന്റിൽ സംസാരിക്കുന്നതിന്റെ ഇരട്ടി ശക്തിയിൽ, അവരെന്തിന് ഇരട്ടി ശക്തിയിൽ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ വഖഫ് ബില്ല് പൂർണ്ണമായി മുസ്ലിങ്ങളെ ബാധിക്കുന്ന ബില്ലല്ലേ, മറ്റൊരു സമുദായത്തെയും ബാധിക്കുന്നതല്ലല്ലോ. നമ്മൾ വിചാരിച്ചു നമ്മൾ ഒറ്റക്കായി പോയേക്കാം, നമുക്ക് ഭയമുണ്ടായിട്ടല്ല, എന്നാലും വിചാരിച്ചു ഒറ്റക്കായി പോയേക്കാം. ഇന്ത്യയുടെ പാർലമെന്റിൽ എത്ര മുസ്ലിങ്ങളാ ഉള്ളത്? വിരൽ കൊണ്ട് എണ്ണി തീർക്കാവുന്ന മുസ്ലിങ്ങൾ അല്ലേ? പക്ഷേ ഈ രാജ്യം മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വിശ്രമിച്ചോളൂ. ET മുഹമ്മദ് ബഷീർ സാഹിബും സമദാനി സാഹിബും ഒന്നും ആർത്തലച്ചു സംസാരിക്കേണ്ട, ഞങ്ങളുണ്ട്, നിങ്ങൾ വിശ്രമിച്ചോളൂ എന്ന് ഈ രാജ്യം നമ്മളോട് പറഞ്ഞു, വിശ്വാസികളോട് പറഞ്ഞു, മുസ്ലിങ്ങളോട് പറഞ്ഞു. മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനി മാത്രമല്ല, സിഖുകാരൻ മാത്രമല്ല, മൈനോറിറ്റി കമ്മ്യൂണിറ്റിയായ ഈ രാജ്യത്തിലെ ഏതൊരു സമുദായവും, ഇന്ത്യയിലെ അവസാനത്തെ പൗരനും അവന്റെ പ്രശ്നം ഈ രാജ്യത്തിന്റെ പ്രശ്നമാകുമ്പോഴേ ഇത് ഇന്ത്യയാവൂ എന്ന് പറഞ്ഞ് ഗാന്ധിജിയുടെ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് മതേതര വിശ്വാസികൾ ഈ സമുദായത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത്, അവരെ കൂട്ടിപ്പിടിച്ചത്.